എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബിൽ വരുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കൾക്ക് നല്ലൊരു ദിവസം നേരുന്നു, നന്മകൾ നേരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളം എവിടേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ പോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ക്രിമിനൽ, മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്നാൾ ഒരു പൂരം ഉണ്ടായപ്പോൾ കൊല്ലത്ത് ഒരു പൊന്നു മോനെ വടിയെടുത്തിട്ട് രണ്ട് ഗുണ്ടകൾ തല്ലിക്കൊന്നു. പണ്ട് ഞങ്ങൾ പൂരത്തിനൊക്കെ പോയിരുന്നു, അന്നും തല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തല്ലുമില്ല. മരവടി, ഇരുമ്പ് വടി, കത്തി, കടാരി ഒന്നുമില്ല. ഇടി ഒരു രസമാണ് ഇന്നത്തെ പൂരത്തല്ലെന്ന് പറഞ്ഞാൽ, അതൊരു മസ്റ്റാണ്. പക്ഷെ അതിലാർക്കും അപകടങ്ങളൊന്നും പറ്റില്ല. ഇന്ന് നമുക്കറിയാം, ഒരു മരവടി എടുത്തിട്ട് ഒരു തൻ്റെ തലയ്ക്ക്, പ്രായം കുറഞ്ഞവൻ്റെ ആയാലും ആരോഗ്യമുള്ളവൻ്റെ ആയാലും, തലയിലടിച്ചു കഴിഞ്ഞാൽ തണ്ണിമത്തം പൊളിയുന്ന മാതിരി പൊളിയും. എന്തായാലും മരണം ഉറപ്പാണ്. അത് ഉറപ്പിക്കുകയാണ് അവർ ചെയ്തത്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഈ അടി കൊള്ളുന്ന ആൾ മരിച്ചു പോകുന്നുള്ള ഒരു ധാരണയില്ലാണ്ട് അതിക്രൂരമായി പട്ടീനെ തല്ലിക്കൊല്ലുന്ന മാതിരി കൊല്ലുന്ന ആ രംഗം കാണുമ്പോൾ കണ്ണീന്ന് കണ്ണീരല്ല വരുന്നത്, ചോരയെ വരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വക ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക. കൈകൊണ്ടും കാലുകൊണ്ടുള്ള അടി കൊണ്ട് ആരും മരിച്ചു പോകാൻ പോകില്ല. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എല്ലാവരും മരിച്ചു പോകേണ്ടവർ തന്നെയാണ്. പക്ഷേ നമുക്ക് യാതൊരു മര്യാദ ഇല്ലാണ്ടായി അളക്കണ്ട്. കേരളത്തിലെ ആൾക്കാർ ചിരിക്കാൻ വരെ മറന്നു തുടങ്ങി. വെറും കള്ളുകൂടി, ഗുണ്ടായുസം, മരുന്ന്, അങ്ങനെയുള്ള ഇതിലേക്ക് പോകാണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ, ആരോഗ്യ സംസ്കാരത്തിൽ, ആരോഗ്യ അച്ചടക്കത്തിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ള, എത്ര നന്നായി ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായി നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും, നന്മ നിറഞ്ഞ ജീവിതം ഉണ്ടായിരിക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.